ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വി എൻ വ്ളോഗ്സ്. അങ്ങനെ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഫോറസ്റ്റ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം എന്ന് പറയുന്നത് സൂര്യകാന്തി തോട്ടങ്ങളുടെ ആയിരുന്നു കേട്ടോ. അതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് ചെട്ടിമല്ലി തോട്ടങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു 4 മണിക്ക് ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടാം. പിന്നെ വന്ന് ഒരു ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറിയിട്ടു. ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറി. അപ്പോൾ തന്നെ ആദ്യമായിട്ട് കണ്ടത് ഒരു പിടിയാനയാണ് കേട്ടോ. ഈ പിടിയാനയുടെ ഒരു കൂട്ടം കുറച്ച് നീങ്ങിയിട്ട് അപ്പുറത്ത് മറ്റൊരു വലിയ ആനകളുടെ ഒരു കൂട്ടമുണ്ട് കേട്ടോ അവിടെ. ആ കൂട്ടത്തിൽപ്പെട്ട ആന തന്നെയാണ് ഇതും. ഇത് അല്പം മാറി നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതാണ് ഞാനാ പറഞ്ഞ മറ്റു ആനക്കൂട്ടം കേട്ടോ. ഇതിൽ വളരെ ചെറിയ ആനക്കുട്ടി വരെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു ആനയുടെ ഒരു ഫാമിലിയാണെന്നാണെങ്കിൽ പറയാം. തള്ളാനയും കുട്ടിയാനയും കൊമ്പനെ ഇതിൽ കാണുന്നില്ല കേട്ടോ. ഇത് എൻ്റെ കാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആന പുല്ല് പറിക്കുന്നതും പറിച്ച് കഴിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ആന നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അല്പം ഡേഞ്ചർ സിറ്റുവേഷനാണ് എങ്കിലും ആനകളൊക്കെ വളരെ സൈലൻ്റാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സാഹസത്തിന് കേട്ടോ. ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. പിന്നെ അടുത്തായിട്ട് കണ്ടത് കുറച്ച് മയിലുകളെയാണ് കേട്ടോ. കറക്റ്റായിട്ട് മയിലുകളുടെ ഏരിയ ആണെന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ച ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അതിന് കടയ്ക്ക് തന്നെയായിരുന്നു മയിലുകൾ. ഒരു 3, 4, 5 എണ്ണത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മയിലുകൾ നമ്മുടെ കാറിൽ നിന്ന് ഭക്ഷണം കിട്ടും എന്ന ഒരു വിചാരത്തോടെയാണ് നോക്കി നിൽക്കുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കാട്ടിലെ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്ന്. എല്ലാ സ്റ്റേറ്റുള്ള ഗവൺമെൻറ്റും അവിടെ റോഡിൽ അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ബോർഡ് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തും, അല്ലെങ്കിൽ നമ്മിൽ നിന്നും അവയ്ക്കും എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുകയോ അല്ലെങ്കിൽ അവരിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലെ ഗവൺമെൻറ്റും ഈ ഒരു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിൻ്റെ കാടായ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഇനി നമുക്ക് പോകാനുള്ളത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ കാടായ മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ് കേട്ടോ. അങ്ങനെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ കാടായ മുതുമല ടൈഗർ റിസർവിലേക്ക് കടന്ന ഉടനെ നമ്മൾ ആദ്യം കാണുന്നത് കുറച്ച് ഹനുമാൻ കുരങ്ങുകളെയാണ് കേട്ടോ. പിന്നീട് കണ്ടത് ഒരു കൂട്ടം മാനുകളെയാണ് കേട്ടോ. അവ റോഡിന് തൊട്ടരികത്ത് തന്നെയാണ് നിന്ന് പുല്ല് മേയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ നന്നായിട്ട് അല്ലെങ്കിൽ വിഷ്വൽസ് നന്നായിട്ട് ഞങ്ങൾക്ക് പകർത്താൻ പറ്റി. പിന്നെ അവരുടെ കൊമ്പുകൾ ശ്രദ്ധിച്ചോ? 2 മെയിൽ
പുള്ളിമാനുകളാണത്. അവരുടെ കൊമ്പ് ഒടിഞ്ഞു പോയതിന് ശേഷം രണ്ടാമത് വീണ്ടും വരുന്നതാണ് കേട്ടോ ആ പുതിയ കൊമ്പ്. അതുകൊണ്ട് തന്നെ ആ കൊമ്പിൻ്റെ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാടിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതൊരു സഞ്ചാരിക്കും സഞ്ചരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കണ്ടുകൊണ്ട് തൃപ്തിയോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന നല്ലൊരു റൂട്ട് തന്നെയാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ അതുപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലും നമ്മൾ ആനയെ കാണുന്നുണ്ട്. അത് വൈകുന്നേരമാണ്. തിരിച്ചു വന്നപ്പോൾ ഇരുട്ടത്ത് ഒരു ആനയെ കണ്ടു. പക്ഷെ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് അധികം പകർത്താൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ആനയെ കണ്ടത്. അത് വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ റൂട്ടിൽ തന്നെയാണ് കേട്ടോ മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന തൊപ്പേക്കാട് എലിഫന്റ് ട്രെയിനിങ് സെൻറ്റർ. അതിൻ്റെ ഒറ്റയ്ക്കുള്ള വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. ആ സമയത്തും കാട്ടുപോത്തുകളുടെ കൂട്ടത്തെയാണ് ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത് കേട്ടോ. പിന്നെ രാത്രിയിൽ ഒരുപാട് മാനുകളെയൊക്കെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് അവയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബന്ദിപ്പൂർ മുതുമല ടൈഗർ റിസർവിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തൊപ്പക്കാടിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതാണ് കേരളത്തിൻ്റെ കാടായ നാടുകാണി ചുരത്തിൽ കാണുന്ന കാട്ടാന കേട്ടോ. അപ്പോൾ ഇതിലൂടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.